പെരുമ്പാവൂർ അനസിന്റെ അധോലോകം കൊച്ചി മാത്രമല്ല, വിദേശത്തു നിന്നും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയാണ് കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ. കൊടുവള്ളി മഞ്ചേരി സംഘങ്ങളുമായുള്ള അനസിന്റെ ബന്ധങ്ങളും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ കൂടുതൽ തെളിവുകളും പുറത്തുവരുന്നുണ്ട്. താമരശ്ശേരി സ്വദേശിയായ പ്രവാസി അദ്നാനെ അനസ് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടതായാണ് വിവരം. അദ്നാനെ ആക്രമിക്കാൻ അനസ് കൊട്ടേഷൻ ഏൽപ്പിച്ചത് കൊടുവള്ളി സംഘാംഗമായ അൽസാജിനെ. അദ്നാനെ വീട്ടിൽ കയറി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. പെരുമ്പാവൂർ അനസും കൊട്ടേഷൻ സംഘവും തമ്മിലുള്ള ഓഡിയോ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. പെരുമ്പാവൂർ അനസുമായി വലിയ അടുപ്പത്തിലായിരുന്ന താമരശ്ശേരി സ്വദേശി അദ്നാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചതാണ്. വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള പല കൊട്ടേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാവുന്ന ആളാണ് അദ്നാൻ. അതിനാൽ തന്നെ അദ്നാൻ ഇക്കാര്യങ്ങളെല്ലാം പുറത്തു പറയുമോ എന്ന് അനസ് ഭയപ്പെട്ടിരിക്കണം. ഇതോടെ അദ്നാനെ വകവരുത്തുകയായിരുന്നു അടുത്ത നീക്കം. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്നാനെ ആക്രമിക്കാൻ അനസ് കൊടുവള്ളി സംഘാംഗമായ അൽസാജിനെ കൊട്ടേഷൻ ഏൽപ്പിച്ചു. ഇതിന്റെ ഓഡിയോ സംഭാഷണമാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഞാൻ വീട്ടിലെത്തിയില്ല. ഓ അത് കുഴപ്പമില്ല, ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാം. ഇക്ക ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാന്ന് പറഞ്ഞോ. ഞാൻ വിളിച്ചോളാം, ഇക്കനെ വിളിച്ചോളാം. അനസിന്റെ നിർദ്ദേശപ്രകാരം ഇന്നോവ കാറിലാണ് കൊട്ടേഷൻ സംഘം അദ്നാന്റെ വീട്ടിലെത്തിയത്. വീടിന് പുറത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെങ്കിലും അദ്നാൻ അവിടെയില്ലെന്ന് കരുതി ഗുണ്ടകൾ തിരികെ പോന്നു. പിന്നാലെ ആക്രമണം ഭയന്ന് അദ്ദേഹം ദുബായിലേക്കും കടന്നു. മഞ്ചേരി സംഘത്തിലെ നിസാറും സംഘവുമാണ് വീട്ടിലെത്തി കൊലവിളി നടത്തിയതെന്ന് കരുതി അദ്നാൻ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ATSഉം പോലീസും നിസാറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് കൊടുവള്ളി സംഘമാണെന്ന് വ്യക്തമായത്. പെരുമ്പാവൂർ അനസിനെതിരായ പുതിയ തെളിവുകളും വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതോടൊപ്പം അയാളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നയാളുകളുടെ വീടുകളിൽ വീണ്ടും റെയ്ഡിന് സാധ്യതയുണ്ട്. ഇതോടൊപ്പം അനസിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.